1, 2, 3. ഹലോ മൈ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ഹോം ടൂർ കണ്ടാലോ? അപ്പം വായോ. ഞാൻ ബേസ്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പം ബേസ്മെൻറ്റിലേക്കുള്ള വഴിയാണ്. നിങ്ങൾ നേരെ പോകുന്ന കാണുന്നതാണ് വാഷ്റൂം. അതിന് മുന്നേ ചെരുപ്പൊക്കെ വെക്കാൻ സ്റ്റാൻഡുണ്ട്, ചെരുപ്പും ഷൂ ഒക്കെ. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പോൾ തന്നെ വെക്കാമല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വാഷ്റൂം. ഇത് ഒരു അത്യാവശ്യം വലിയ വാഷ്റൂമാണ് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ നല്ല കബോർഡ്, സ്റ്റോറേജ് സ്പേസ് നല്ലോണം ഉണ്ട്. അപ്പം എൻ്റെ ക്രീമും പെർഫ്യൂമും എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചേക്കാം. വാഷ്റൂം കഴിഞ്ഞ് നേരെ വരുന്ന റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ തുണി നനയ്ക്കുന്നതും ഉണക്കുന്നതുമായിട്ടുള്ളൊരു സ്പേസാണിത്. വാഷിംഗ് മെഷീനും അതുപോലെ ഡ്രയറും ഇത് രണ്ടും ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ വാഷിംഗ് മെഷീനും റൈറ്റ് സൈഡിൽ ഡ്രയറും ആണ്. തിങ്കൾ തൊട്ട് വെള്ളി വരെ ഞങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ശനി ഞായർ ഓണേഴ്സാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഓണേഴ്സ് കഴുകുന്ന ദിവസമാണ്. അത് കഴിഞ്ഞ് അവിടെ തന്നെയാണ് ഞാൻ ഡ്രസ്സൊക്കെ ഇടാനുള്ളൊരു കവർ വെച്ചേക്കുന്നത്. നേരെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ സൈക്കിളാണ്. ഞാൻ വിൻ്റർ സമയത്ത് ഓടിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു വാങ്ങിച്ച എൻ്റെ സൈക്കിളാണ്. പിന്നെ വന്നിട്ട് ഒരു സ്റ്റോറേജ് ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. പിന്നെ നേരെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഹീറ്ററൊക്കെ ഉള്ള ഒരു റൂമാണ്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് വിശദമായി കാണിച്ചു തരാം. ഇത് നമ്മളങ്ങനെ തുറക്കാറില്ല. ഓണേഴ്സ് ഇപ്പം എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ അവർ വന്ന് നോക്കാൻ വേണ്ടി ഉള്ളതാണ് ഈ ഒരു റൂം. അപ്പം ഇതാരും കണ്ടില്ലേ, ഇത് ശരിക്കും ബേസ്മെൻ്റ് ആണെന്ന് നമുക്ക് തോന്നുന്നത് ഈ ഒരു ഡോറ് തുറക്കുമ്പോൾ കേട്ടോ. അപ്പം അത് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയതായിരുന്നു ചെയർ. ഈ ചെയറിൽ ഞാൻ എൻ്റെ ബാഗും ലാപ്ടോപ്പും വെക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ പുറകിൽ തന്നെ പ്ലഗ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും ലാപ്ടോപ്പ്. പിന്നെ ഇത് സോഫ, ഇത് നമ്മൾ മാർക്കറ്റ് പ്ലേസിൽ നിന്ന് വാങ്ങിയതാണ്. ആ 2 പില്ലോ നമ്മൾ വോൾമാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. വോൾമാർട്ടിലും അത്യാവശ്യം നമുക്ക് ചില സമയത്ത് സെയിലൊക്കെ വരും. ആ സമയത്ത് വാങ്ങിച്ചാൽ ഭയങ്കര ലാഭമാണ്. പിന്നെ ടീപ്പോയും ചെയറും ഒക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ത്രിഫ്റ്റ് സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചെയർ. ഇതിൻ്റെ പേര് എയർ ചെയർ എന്നാണ്. ഇത് ഞാൻ ടെമൂന്നാണ് വാങ്ങിയത്. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഇടാം. ഇത് പറഞ്ഞ പോലെ നമുക്ക് വെക്കേഷനോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോവുകയാണ്, ക്യാമ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എയർ കഴിഞ്ഞിട്ട് എടുക്കാം. കാരണം ഇതിൻ്റെ കൂടെ ഒരു പമ്പും കൂടി കിട്ടും. അത് കഴിഞ്ഞ് ടി വി ആണ്. ഇവിടെ നമുക്ക് ഇതിൽ കിടന്നുകൊണ്ട് ടി വി കാണാം. ഒരു അത്യാവശ്യം എൻ്റെ ഹോള് കുറച്ച് വലുതാണ്. അപ്പം എനിക്ക് ഇങ്ങനെ കിടന്നുകൊണ്ട് ടി വി കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സിനിമ എന്ന് പറയുന്നത് ജീവനാണ്. എനിക്ക് ഫുൾ ഡേ ഒന്ന് സിനിമയാണ് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു വിനോദം. പിന്നെ ഞാനിപ്പം കാണിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺട്രിയാലിൽ പോയപ്പം വാങ്ങിയതാണ്. ഒരു ഭയങ്കര ക്യൂട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ പാവകൾ, പിന്നെ മറ്റേ ഗെയിം, അങ്ങനെ സ്പീക്കർ, അതെല്ലാമാണ് ആ സൈഡിലിരിക്കുന്നത്. ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ബുദ്ധനുമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കുറച്ചൊക്കെ ഗിഫ്റ്റ് കിട്ടിയതാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഒരു സൈക്കിള് പോലെ ഞാൻ വാങ്ങിയതാണ് നമ്മുടെ സ്വന്തം ട്രെഡ്മില്ല്. പക്ഷേ കുറച്ച് നാളായി അത് ഓടിയിട്ട്. അതുപോലെ യോഗ മാറ്റ് ഞാൻ നാട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. ഒന്ന് ആലോചിച്ച് ബാഗിനകത്ത് കുത്തി കയറ്റി കൊണ്ടുവന്നതാണ്. ഇത് എയർ ചെയർ അടിക്കുന്ന പമ്പാണ്. അപ്പം ഇതൊന്നും ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നില്ല. ഈ യോഗ മാറ്റും അതുപോലെ തന്നെ നമ്മുടെ ട്രെഡ്മില്ലും. പിന്നെ 2 പ്ലാന്റ്സ് ഉണ്ട് മേളിൽ. പിന്നെ താഴെ ഈ പറഞ്ഞ പോലെ സ്നേക്ക് പ്ലാന്റും CC പ്ലാന്റുമാണ്. CC പ്ലാന്റ് ഞാൻ ഭയങ്കര രസമുണ്ടോ. അത് അങ്ങനെ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതിനെ വെള്ളം ഒഴിക്കേണ്ട ഒരുപാട്. അപ്പോൾ അത് നല്ല കൈകാര്യം ചെയ്യാൻ എളുപ്പമാണ്. പിന്നെ അതിനോട് അടുപ്പിച്ച് തന്നെയാണ് എൻ്റെ പൂജ ചെയ്യുന്ന സ്ഥലം. അപ്പം ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ സ്ഥലമാണ്. നമുക്ക് പൂജ ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ കൂടിയുള്ള എൻ്റെ ഒരു ഫേവറേറ്റ് പ്ലേസാണ്. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പറയുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ ടെമൂന്ന് വാങ്ങിയതാണ്. ഈ ചന്ദനത്തിരിയൊക്കെ വെക്കുന്നത്, അത് സ്മെല്ലിനൊക്കെ വേണ്ടി. അപ്പം അത് അടിപൊളിയാണ്. അതത്രയാണ് നമ്മുടെ പൂജാമുറി. അതിന് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ബുക്ക് ഷെൽഫും പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ഫോട്ടോസൊക്കെ വെക്കാൻ വേണ്ടി ഞാൻ ഫോട്ടോസ് ഒരു ദിവസം വോളിൽ ഒട്ടിച്ചായിരുന്നു. പക്ഷെ അതങ്ങോട്ട് ശരിയായില്ല. അപ്പം അതാണ് അതെൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുത്തെ ഫ്രണ്ട്സ്, റൈറ്റ് സൈഡിൽ നാട്ടിലെ ഫ്രണ്ട്സുമാണ്. ഇതിൽ പല സാധനങ്ങളും ഞാൻ ഷെയ്നിന്നും ടെമൂന്നും ഒക്കെ വാങ്ങിയതാണ്. അതുകഴിഞ്ഞ് പിന്നെ ഹീറ്ററും ഫാനുമാണ്. ഇപ്പം അവർ ഭയങ്കര തണുപ്പായിട്ടേക്കുന്നത്, അതുകൊണ്ട് ഹീറ്ററിന് ഭയങ്കര ആവശ്യമാണ്. പിന്നെ നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നേരെ വരുമ്പം നമ്മുടെ വാക്യൂം ക്ലീനർ ഞാൻ അവിടെ തന്നെ വെച്ചേക്കുന്നത്. കാരണം എപ്പോഴും അടുക്കളയിൽ അഴുക്ക് വരുന്നതുകൊണ്ട് യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ അവിടെ തന്നെ ഞാൻ എൻ്റെ മൈക്രോവേവ്, അതുപോലെ തന്നെ കെറ്റില്, ചോപ്പർ, ബ്ലെൻഡർ, പിന്നെ അത്യാവശ്യം നമ്മൾ ബേക്കറി ഐറ്റംസ് ഇട്ട് വെക്കാനുള്ള ഡപ്പാസൊക്കെ അവിടെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾ കാണുന്നത് മറ്റൊരു കട്ടിൽ വാങ്ങിയപ്പം കിട്ടിയ
കവറാണ്. അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ കുറച്ച് ഉപ്പേരികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇത് എൻ്റെ ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടം. എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു ഓർമ്മയൊക്കെ ആയിട്ട് ഇത് നിറയ്ക്കണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കഴിഞ്ഞ് ഞാൻ ഷെയ്നിന്ന് വാങ്ങിയ ഒരു വീക്ക്ലി പ്ലാൻ ആ ഒരു ഷീറ്റാണ്. അത് ഞാൻ ചുമ്മാ ഇങ്ങനെ യൂസ് ചെയ്യും. പിന്നെ ഇത് എയർ ഫ്രയർ അതങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇതാണ് എൻ്റെ മൊത്തത്തിൽ കിച്ചൺ. എൻ്റെ കിച്ചൺ നല്ല സ്റ്റോറേജ് ഉണ്ട്. മുകളിലായാലും നല്ല സ്റ്റോറേജ് ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് വെക്കാൻ പറ്റും. അവർ നേരെ നമ്മൾ വരുന്ന റൂമിലോട്ടാണ്. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇതിൽ ഈ കാണുന്ന ഇത് ഐക്യന്ന് വാങ്ങിയതാണ്. അതുപോലെ തന്നെ അലമാര അതും ഐക്യന്നാണ് വാങ്ങിയത്. നമ്മുടെ ബെഡ്റൂം ഇത്രയാണുള്ളത്. ബെഡ്റൂമിൽ സ്പേസ് കുറവാണ്. ഹോളിനും കിച്ചണും നല്ല സ്പേസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ബെഡ്റൂം. അങ്ങനെ നിങ്ങൾ നേരെ വരുമ്പോൾ മൊത്തത്തിൽ നമുക്കിവിടെ ഒന്നും ഫുൾ കാണാം. ഹോള് കാണാം, കിച്ചൺ കാണാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഹോം ടൂറ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബൈ.